ഗൾഫ് രാജ്യങ്ങളിലേക്ക് അതിശക്തമായ വ്യോമാക്രമണം നടത്തുകയാണ് ഇറാൻ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റഡാർ സംവിധാനം തകർത്തു. അബുദാബിയിലെ കസാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാരടക്കം 6 പേർക്ക് പരിക്കേറ്റു. ഒമാനിലെ സലാല തുറമുഖത്തേക്ക് ഡ്രോൺ ആക്രമണവും ഉണ്ടായി. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്നും ഉണ്ടായത്. കുവൈറ്റ്, UAE, ഒമാൻ, സൗദി അറേബ്യ ഈ 4 രാജ്യങ്ങൾക്ക് നേരെയാണ് ഏറ്റവും വലിയ ആക്രമണം നടന്നത്. മിസൈൽ, ഡ്രോൺ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണങ്ങൾ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് വലിയ ആക്രമണം ഉണ്ടായത്. പല തവണ ഡ്രോണുകൾ ഉപയോഗിച്ച് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിക്കപ്പെട്ടു. ആർക്കും പരിക്കില്ല എന്ന് വ്യോമയാന മന്ത്രാലയം, കുവൈറ്റ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിമാനത്താവളത്തിലെ റഡാർ സംവിധാനം തകർന്നു. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ 4ാം തവണയാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാക്കുന്നത്. യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ ആദ്യം ഒരു ആക്രമണം ഉണ്ടായിരുന്നു. മാർച്ച് 7-ന് അടുത്ത ആക്രമണം നടന്നു. അതിനുശേഷം ഒരു ആക്രമണം കൂടി നടന്നു. ഇപ്പോൾ 4ാമത്തെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് UAE തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു അബുദാബിയിലേക്കുള്ള ആക്രമണം. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലകളിൽ ഒന്നായ കസാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്കാണ് ആക്രമണം നടക്കുന്നത്. ഈ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് UAE പ്രതിരോധ സേന തകർത്തുവെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് അപകടമുണ്ടായത്. 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഒരു പാകിസ്ഥാൻ സ്വദേശിക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 6 പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്. 3 ഇടങ്ങളിലായി വലിയ തീപിടുത്തമുണ്ടായി. ആ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി UAE അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമാനിലെ സലാല തുറമുഖത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത്. അതിൽ തുറമുഖത്തെ ക്രെയിൻ സംവിധാനം തകർന്നു. അത് തകർന്നു വീണാണ് ഒരു പ്രവാസി തൊഴിലാളിക്ക് പരിക്കേറ്റത്. ഈ തുറമുഖം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. സൗദിയിൽ അമേരിക്കയുടെ വ്യോമതാവളമുണ്ട്. ആ വ്യോമതാവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണം മിസൈൽ ആക്രമണമായിരുന്നു. ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിനുള്ള മറുപടിയാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അപ്പോൾ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്ന്. അങ്ങനെ ഒരു ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ആക്രമണം 30 ദിവസം എത്തി നിൽക്കുമ്പോൾ UAE മാത്രം 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് മേഖല ആകെ നോക്കിയാൽ 20-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത്രയ്ക്ക് വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്നത്.